പെട്ടെന്നുണ്ടായ വേനൽ മഴയിൽ നമുക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുറേ അധികം വിങ്കയുടെ മദർ പ്ലാന്റ് എല്ലാം നശിച്ചു പോയി കേട്ടോ. പെട്ടെന്നുണ്ടായ മഴ നമ്മുടെ പോട്ടിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഒത്തിരി നഷ്ടം നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് വെച്ചിരുന്ന നമ്മളെ വിങ്ക പ്ലാന്റ്സിനൊക്കെ നാശം വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെയൊക്കെ ഇങ്ങനെ വാടിയും ഒക്കെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാതെ ഞാനും അങ്ങനെ നിൽക്കുകയാണ്. ഇത് നമ്മുടെ വയലറ്റിൻ്റെ മദർ പ്ലാന്റും ഒക്കെ ഈ മഴ വന്നപ്പോൾ ഇല്ലാണ്ടായി പോയതാണ് കേട്ടോ. ഇത് ഇതുപോലെ സ്റ്റെമ്മിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ കട്ടിങ്സ് ഇത് ബക്കറ്റിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സേവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയുമില്ലാതെ ഞാനങ്ങനെ പകച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ്. ഇങ്ങനെ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാന്റ്സും ഓരോന്നോരോന്നായിട്ട് പൊക്കോണ്ടേയിരിക്കും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതിനെ സേവ് ചെയ്യാനായിട്ട് നല്ലൊരു ഷെൽട്ടർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലയെന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അങ്ങനെ ഒരു ടെൻഷനിലിരിക്കുകയാണ്. ഈ ലാവണ്ടറൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കൊണ്ടുവന്ന വെറൈറ്റീസൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ പോകുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമുള്ളത്. ലാവണ്ടർ വൈറ്റൊക്കെ ഞാൻ എത്രയോ പേരോട് ചോദിച്ച് അവസാനം ലാസ്റ്റ് കൊണ്ടുവന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണിത്. അതേപോലെ ബ്ലഷ് ഓറഞ്ചും ഒക്കെ ഒത്തിരി നല്ല വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ, നമ്മുടെ ഈ മഴ അങ്ങ് നമ്മുടെ ചതിച്ചു. വിങ്ക പ്ലാന്റ്സ് വേനൽ സമയത്താണ് ഒത്തിരിയും പൂവിടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിങ്ക പ്ലാന്റ്സ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതുപോലെ എല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ സ്റ്റെമ്മിലേക്ക് വന്നിട്ട് തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഐവറിയുടെ പെറ്റൂണിയ സെയിലിനായിട്ട് ഒരു 5 പ്ലാന്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഡാമേജസ് ആവുന്ന പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മൊക്കെ ഇത് അങ്ങൊക്കെ നമ്മൾ കൊടുത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് ഏത് പ്ലാന്റ് പോയാലും ഈ ഒരു വയലറ്റ് വൈറ്റ് പോയപ്പോഴാണ് കേട്ടോ. ഒരു 9 പ്ലാന്റോളം നമ്മൾ മദർ പ്ലാന്റായിട്ട് വച്ചതാണ്. പക്ഷേ ഈ പെട്ടെന്നുണ്ടായ വെള്ളം വന്ന് വീണപ്പോൾ അതെല്ലാം പോയി. ഇതുപോലെ ഈ ഒരു പ്ലാന്റിനൊരു വാട്ടം കണ്ടോ. ഇങ്ങനെ വാടിക്കിടക്കുമ്പോഴേ മനസ്സിലാക്കണം ഒന്നീ റൂട്ടിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഏതോ ഒരു പോർഷനിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റെം പോർഷനിലാണ് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു മദർ പ്ലാന്റ് ആണ് നമ്മുടെ ഇപ്പം ഇത്തിരിയെങ്കിലും ബെറ്ററായിട്ട് നിൽക്കുന്ന ലാവണ്ടർ വൈറ്റിൻ്റെ വെറൈറ്റി. പിന്നെ ഈ കട്ടിങ്സൊക്കെ ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഈ കട്ടിങ്സ് എല്ലാം നമ്മൾ സേവ് ആക്കി വെച്ചിട്ടുള്ള കട്ടിങ്സാണ് കേട്ടോ. പിന്നെ ഐവറിയുടെയും ടൈഡലിൻ്റെയൊക്കെ നമ്മൾ സബ് പെറ്റൂണിയാസൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ലാവണ്ടർ ആണോ വയലറ്റ് ആണോ എന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. അപ്പം മൊത്തത്തിൽ കിളി പാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. എങ്ങോട്ടേക്ക് ഇതിനെയൊക്കെ വാരി വയ്ക്കട്ടെ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ പതറി നിൽക്കുകയാണ് കേട്ടോ.